ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചെറിയ ജീരകം, വെളുത്തുള്ളി, ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. ആ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ ദാ തേങ്ങ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഉള്ളി ഏകദേശം ഈ ഒരു പരിവാണ്. പിന്നെ നേരെ പോയത് കറിവേപ്പില പറിക്കാനാണ്. അത്യാവശ്യത്തിന് കറിവേപ്പില ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ തേങ്ങ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്ക് നമുക്ക് അരിപ്പൊടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അരി പൊടിച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദാ അരിപ്പൊടി ഇതാക്കി പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അപ്പത്തിനുമുള്ള മാവ് കുഴച്ച് വെക്കുന്നത്. ഇതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുഴച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളിതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അപ്പത്തിനായിട്ട് മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ചുട്ടെടുക്കുന്ന അപ്പം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആവിയിൽ വേവിക്കുന്ന അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ വെച്ച് ആദ്യം തന്നെ നമ്മളിതാ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് പൊടി വറക്കുന്നുണ്ട്. ആ പൊടി വറക്കുന്നത് നമ്മൾ ഇതിന് ആവിയിൽ വേവിക്കുന്ന അപ്പത്തിനാവശ്യമായിട്ടാണ്. കാരണം എല്ലാവർക്കും ചുട്ടെടുത്ത അപ്പം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുരിശപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ പൊടി വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനാവശ്യമായ തേങ്ങയാണ്. പിന്നെ അത് കുഴച്ചിട്ട് നമ്മളിതാ ആവിയിൽ വേവിക്കുകയാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നു. അങ്ങനെ ഇവിടെ അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പെസഹ ആചരിക്കുന്നതെന്ന് വെച്ചാൽ യേശുവിൻ്റെ അന്ത്യത്താഴം പെസഹയിലാണ്.